പക്ഷേ സതീശൻ മന്ത്രിസഭയിൽ 2ാം സ്ഥാനത്ത് ഇരിക്കേണ്ട ഏറ്റവും കഴിവുള്ള ഒരാൾ തന്നെയാണ് മാത്യു കുഴൽനാടൻ. അവിടെ നിന്ന് വെട്ടി ഒതുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് KPCC പ്രസിഡന്റായി മാത്യു കുഴൽനാടൻ വരും. അങ്ങനെ വന്നാൽ കുറച്ചുകൂടി കോൺഗ്രസിന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം, കുറച്ചുകൂടി ജനങ്ങളിലേക്ക് കോൺഗ്രസ് അടുക്കും. കുഴൽനാടന്റെ പല പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവിടെ നിന്ന് പാടേ വെട്ടിക്കളഞ്ഞു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആരാണ് മാത്യു കുഴൽനാടനെ ഇങ്ങനെ വെട്ടുന്നത്? എന്താണ് മാത്യുവിനോട് കോൺഗ്രസിന് ഇത്ര ഒരു അകലം പാലിക്കാൻ കാരണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് മലയാളിയായ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്താണ് മാത്യു കുഴൽനാടനുള്ള അയോഗ്യത എന്താണ്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോ തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയിൽ എന്തുകൊണ്ടും ആദ്യത്തെ മന്ത്രി ആവേണ്ടിയിരുന്നയാളാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയെ അധികാരത്തിൽ ഏറ്റിയ പ്രധാനപ്പെട്ട ഇഷ്യൂ എക്സാലോജിക്കും വീണ തൈക്കണ്ടിയുമാണ്. ആ ഇഷ്യൂ കേരളത്തിന്റെ മനസ്സിലെത്തിച്ച ആദ്യത്തെ ആള് മാത്യു കുഴൽനാടനാണ്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തയാൾ അദ്ദേഹമാണ്. അതിനുവേണ്ടി കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വക്കീൽ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കമ്പനി പ്രൊഫഷണലായിട്ട് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പല രേഖകളും പുറത്തു കൊണ്ടുവന്നത്. അതാണ് അതിന്റെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ട അദ്ദേഹമാണ്, അതിന്റെ പിന്നാലെ കൂടിയതും അദ്ദേഹമാണ്. ഈ വീണ തൈക്കണ്ടി ഒരു അപകടകാരിയായ കറപ്റ്റായ ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് എന്ന് മലയാളത്തോട് ആദ്യമായി പറഞ്ഞത് മാത്യു കുഴൽനാടനാണ്. എന്ന് പറഞ്ഞാൽ മാത്യു കുഴൽനാടന്റെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് UDF അധികാരത്തിലെത്തിയത്. എന്നുവെച്ചാൽ LDF തോറ്റത്. പക്ഷെ മാത്യു കുഴൽനാടൻ മന്ത്രി എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടില്ല. തീർച്ചയായിട്ടും അതിന് അവരുടേതായ പല കാരണങ്ങൾ ഉണ്ടാവാം. യഥാർത്ഥ കാരണം ഓരോരുത്തരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ആയാലും പറയാൻ കുറെ കാരണങ്ങൾ ഉണ്ടാവും. ഉദാഹരണം, മാത്യു കുഴൽനാടൻ ഒരു ക്രിസ്ത്യനാണ്. ഈ മന്ത്രിസഭയിൽ ക്രിസ്ത്യനായി പരിഗണന കിട്ടുന്ന കുറെ പേരുണ്ടാവും. ഉദാഹരണത്തിന് KPCC പ്രസിഡന്റ് തന്നെ ക്രിസ്ത്യനാണ്. അപ്പൊ അദ്ദേഹത്തിനെ മന്ത്രിയാക്കാതെ വയ്യ, അവിടെ ജയിച്ചു വന്നല്ലോ സണ്ണി ജോസഫ്. അതുപോലെ തന്നെ ഇപ്പോ റോജി M. ജോണിനെ പുതിയ തലമുറയുടെ പ്രതിനിധിയായിട്ട് തീർച്ചയായിട്ടും കഴിവുള്ള ആളാണ്, നമുക്ക് യാതൊരു വിരോധമില്ല, പരിഗണിക്കേണ്ടതാണ്. പിന്നെ കേരള കോൺഗ്രസിന്റെ മന്ത്രിമാര് തീർച്ചയായിട്ടും മന്ത്രിയും ചീഫ് വിപ്പും ഒക്കെ ക്രിസ്ത്യൻ ആയിരിക്കുമല്ലോ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം മന്ത്രിയാവാതെ പോയത് എന്നാണ് അന്ന് വിശദീകരിക്കപ്പെട്ടത്. UDF വൃത്തങ്ങളിലോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അങ്ങനെ ആയിക്കോട്ടെ, വിരോധമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ആദ്യം വരുന്ന ഒഴിവിൽ ഒരു അംഗീകാരം കൊടുക്കേണ്ടത് ആർക്കാണ്? മാത്യു കുഴൽനാടനാണ്. അപ്പോ തീർച്ചയായിട്ടും പുതിയൊരു കൾച്ചർ വന്നല്ലോ കോൺഗ്രസ്സിൽ. ചെറുപ്പക്കാർ വരിക, കഴിവുള്ളവർ വരിക, പഴയ തലമുറയിലെ ഈ പാരമ്പര്യം പറഞ്ഞു നിന്നവരെയൊക്കെ മാറ്റി നിർത്തി. K. സുധാകരൻ തൊട്ട് VM സുധീരൻ വരെയുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണല്ലോ സതീശൻ വരുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണല്ലോ. അങ്ങനെ ആവുമ്പോൾ KPCC ആ മാറ്റം വരണം. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. മാത്യു കുഴൽനാടന്റെ പേര് വന്നപ്പോൾ തീർച്ചയായിട്ടും ആദ്യം പരിഗണിക്കപ്പെടുമല്ലോ, കൊള്ളാമല്ലോ, അദ്ദേഹമാണല്ലോ വരേണ്ടത് എന്നൊരു തോന്നൽ എല്ലാ മലയാളികൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കേൾക്കുന്ന വാർത്ത, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരമ്പരാഗതമായി അവകാശവാദം ഉന്നയിച്ച് നടക്കുന്ന കുറെ പേരുണ്ട്. അതിൽ ആ പേരുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൽ അടൂർ പ്രകാശ് ഉണ്ട്. എന്നെ പരിഗണിക്കേണ്ട നേരത്തെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടൂർ പ്രകാശ് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ദളിത് വാദം ഉന്നയിച്ചുകൊണ്ട് ഇദ്ദേഹം എന്നും കൊടിക്കുന്നിൽ സുരേഷ് എത്രയോ കാലമായി. മാത്രമല്ല മാഷെ, അദ്ദേഹം ട്രെയിനിന് സ്റ്റോപ്പ് കൊടുക്കുവോ, എല്ലാ സ്ഥലത്തും ട്രെയിനിന് സ്റ്റോപ്പ് കൊടുക്കുന്ന എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് കൂടി ആയിട്ടേ മൂപ്പര് രാഷ്ട്രീയം വിടുള്ളൂ എന്നുള്ള മട്ടിലാണ് രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആൾ ബെന്നി ബെഹനാൻ. വലിയ പദവികളൊക്കെ എന്നും അങ്ങനെ ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ജോലി ചെയ്ത് അദ്ദേഹം പൊതുവെ വലിയ വിവാദം ഒന്നും ഉണ്ടാക്കാതെ നിന്ന ഒരാളാണ്. ബെന്നി ബെഹനാന്റെ പേര് കേൾക്കുന്നുണ്ട്. ഈ പേരുകൾക്കൊക്കെ ഇടയിൽ ഈ പേരുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇതിനൊക്കെ ഇപ്പൊ ഷാഫി അതിന്റെ ഇടയിലുണ്ട്. ഒരു മുസ്ലിം പേരുകാരൻ KPCC പ്രസിഡന്റ് ആവട്ടെ എന്ന മട്ടിൽ ഷാഫി ഉണ്ട്. ഇങ്ങനെയുള്ള പേരുകൾക്കിടയിലാണ് മാത്യു കുഴൽനാടന്റെ പേര് വന്നിരുന്നത്. ഇപ്പൊ മാത്യു കുഴൽനാടൻ മാത്രമില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഞാൻ നോക്കുമ്പോൾ രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാരണം, കേരള രാഷ്ട്രീയത്തിൽ ഈ കുളിമുറിയിൽ എല്ലാവരും ഒരുപോലെ നഗ്നരാണ് എന്ന മട്ടിൽ ഉയർന്നു വന്ന ഒരു അഴിമതി ആരോപണമാണ് മാസപ്പടി കേസ്. ഈ ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്താവിന്റെ കരിപുരണ്ട പണം മാസം തോറും വാങ്ങുന്ന അഴിമതിക്കാരുടെ പട്ടികയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ പട്ടിക പുറത്തു കൊണ്ടുവന്ന ആരാ? മാത്യു കുഴൽനാടനാണ്. ആ ഡയറി ഓർമ്മയില്ലേ? കർത്താവിന്റെ ഡയറി പുറത്തു കൊണ്ടുവന്നു. അതിൽ ആരൊക്കെ ഉണ്ട്? ചുരുക്കപ്പേരിലും അല്ലാതെയൊക്കെ പേരുകളുണ്ടല്ലോ. അതിൽ തീർച്ചയായിട്ടും PV ഉണ്ട്, പിണറായി വിജയൻ ഉണ്ടായിരുന്നു, യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ കൂട്ടത്തിൽ RC ഉണ്ട്, രമേശ് ചെന്നിത്തല. ആ കൂട്ടത്തിൽ സതീശന്റെ VDS സതീശന്റെ പേരുണ്ട്. PK ഉണ്ട്, അതാരാ? കുഞ്ഞാലിക്കുട്ടി.
ഇന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേര് കരിമണൽ കർത്താവിന്റെ മാസപ്പടി ലിസ്റ്റിൽ ഉണ്ട് എന്ന് മലയാളത്തോട് ആദ്യമായിട്ട് പറഞ്ഞ മാത്യു കുഴൽനാടനോടാ. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കുഴൽനാടന്റെ പേര് അതിലില്ല. കുഴൽനാടനില്ല. പക്ഷെ കുഴൽനാടൻ അതില് കുഴൽനാടൻ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ ആത്മവിശ്വാസം, ഇത് പുറത്തുവിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. കുഴൽനാടനെ കുറിച്ച് മറ്റെന്ത് ഒരു കാര്യം ഉറപ്പായി അതോടുകൂടി, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും, ഇപ്പൊ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും മനസ്സറിഞ്ഞ് കുഴൽനാടന്റെ പേര് ഒരു സ്ഥാനത്തേക്കും പരിഗണിക്കൂല. മന്ത്രിയാവാനും പരിഗണിക്കൂല, KPCC പ്രസിഡന്റ് ആവാനും പരിഗണിക്കൂല. കാരണം ഇപ്പോഴും സതീശന് ഇത്ര ഇമേജ് ഒക്കെ വർദ്ധിപ്പിച്ച് വലിയ തോതിൽ ഉള്ള പ്രശംസയൊക്കെ കിട്ടുമ്പോഴും വലിയ തോതിൽ അദ്ദേഹം കോൺഗ്രസിനെ മാനേജ് ചെയ്തു. എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളെയും നിഷ്പ്രഭമാക്കി സതീശൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന് ഏറ്റവും ഫിറ്റായ മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സതീശന്റെ പേര് ഉൾപ്പെടെ വിളിച്ചെത്തു വന്നു. സതീശൻ ഈ പ്രശ്നം വരും, മാസപ്പടി പ്രശ്നം വരുമ്പോൾ സതീശൻ വാചാലനാവുന്നില്ല, മൗനിയാവുകയാണ്. പതുക്കെ അദ്ദേഹത്തിന് നാക്കിറങ്ങി പോവുക. എന്താ കാരണം? ഒറ്റ വാചകത്തിൽ കുത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്, അത് സംഭാവനയല്ലേ എന്നാണ്. എല്ലാ രാഷ്ട്രീയക്കാരും വാങ്ങുന്നതാണ്. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരെയും ന്യായീകരിക്കേണ്ട ബാധ്യത VD സതീശനുണ്ട് അക്കാര്യത്തിൽ. അവിടെ മാത്യു കുഴൽനാടന് എന്റെ പേര് ഒരു ചതുർത്ഥിയാണ്, തീർച്ചയായിട്ടും ഒരു കല്ലുകടിയാണല്ലോ മാത്യു കുഴൽനാടന്റെ പേര്. മാത്രമല്ല VD സതീശൻ ആരാണ് KPCC പ്രസിഡന്റ് ആവേണ്ടത് എന്ന് അവസാനമായി അഭിപ്രായം ചോദിച്ചാൽ സതീശൻ പറയാൻ പോകുന്നത് എന്താണ് എന്ന് ഇന്നത്തെ പത്രങ്ങളിൽ അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുമായി ഒരേ മനസ്സോടെ ഒത്തുപോകുന്ന ഒരാളായിരിക്കണം KPCC പ്രസിഡന്റ്. അങ്ങനെ എന്താ നിർബന്ധം? ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു? സുധാകരൻ അങ്ങനെ അല്ലായിരുന്നല്ലോ. സുധാകരന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒന്ന്, അതിനു മുമ്പോ AK ആന്റണി KPCC പ്രസിഡന്റ് ആകുമ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ഞാൻ പറയുന്നത് പ്രകടമായി രണ്ട് ഗ്രൂപ്പായി നിന്ന കാലത്തുണ്ടായി. വയലാർ രവി പ്രസിഡന്റ് ആയിരിക്കുമ്പോ, KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇവരോട് ആരോടും നല്ല ഗ്രൂപ്പ്, അദ്ദേഹം 4ാം ഗ്രൂപ്പാ. അപ്പൊ എന്തിനാണ്? KPCC പ്രസിഡന്റ് സ്വതന്ത്രമായൊരു ബോഡിയാണ്, പാർട്ടിയെ നയിക്കേണ്ട ആളാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണകൂടത്തോട് പറയാനുള്ള അദ്ദേഹത്തിന് പറയാനും, അദ്ദേഹത്തിനും പാർട്ടിക്കും പറയാനുള്ള അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടി ആവണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് റാൻ മൂളുന്ന ഒരാളാവണം KPCC പ്രസിഡന്റ് എന്ന് സതീശൻ കൂടി ആഗ്രഹിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ മാത്യു കുഴൽനാടിന്റെ പേര് വെട്ടുന്നത്? ഒന്ന്, മാത്യു കുഴൽനാടിന്റെ പേര് ആരാണ് വെട്ടുന്നത് എന്ന ചോദ്യത്തിന് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ VD സതീശനെ തന്നെ ചൂണ്ടിക്കാണിക്കും. ഈ രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, VD സതീശൻ അഴിമതിക്കാരനാണ് എന്ന പേര് റെക്കോർഡിൽ വരുന്ന ആദ്യമായിട്ട് എക്സാലോജിക്കില്ല. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അദ്ദേഹമാണ് ചോദിച്ചത്. അത് സംഭാവനയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ശരിവെക്കുകയും ചെയ്തു. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാര് മാസപ്പടിക്കാരായ കേസിൽ എല്ലാവരെയും ഒരുപോലെ ന്യായീകരിക്കാനും കൂടി സതീശൻ രംഗത്ത് വന്നല്ലോ. ഇത് പുറത്തു കൊണ്ടുവന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ അഴിമതിക്കാരാണ് എന്ന ഒരു പൊതുബോധത്തിലേക്ക് മലയാളിയെ ഉണർത്തിയ ആളാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് VD സതീശൻ അദ്ദേഹത്തിന്റെ പേര് വെട്ടിയതിൽ അത്ഭുതമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ. മാത്യു കുഴൽനാടനോട് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഈ പറഞ്ഞ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരായിരിക്കെ തന്നെ കൂടുതൽ നഗ്നനായ ഒരാൾ, ആരെങ്കിലും ഒരാൾ നിന്നോട് ചോദിക്കുകയാണ്. ഇപ്പോ ധന്യശേഖരനോട് ചോദിക്കുന്നു ഒരാൾ, മാത്യു കുഴൽനാടന്റെ പേര് വെട്ടണമെന്ന് അഡമന്റായ വാശി പിടിക്കുന്ന ഒരാൾ കേരള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പേരാരായിരിക്കും? സതീശനായിരിക്കാം. വേറെ ആരുടെയും പേര് തോന്നുന്നില്ല. ഒന്നാമത്തെ പേര് സതീശനാവണമെന്നില്ല. കുഞ്ഞാലിക്കുട്ടി അല്ല, ഒന്നാമത്തെ പേര് പിണറായി വിജയനായിരിക്കൂലേ? സംശയം? ആ ബുദ്ധി എനിക്ക് പോയില്ല. പക്ഷേ കറക്റ്റ് 100%. പിണറായി വിജയന്റെ പ്രേതം ഇപ്പോഴും UDF ഉണ്ട്, 100% ഉണ്ട്. ഏറ്റവും ഒടുവിലത്തെ കേസ് എടുത്തോളൂ. ADGP MR അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ആരാ? പിണറായി വിജയന്റെ ശിങ്കിടിയായ MR അജിത് കുമാറിനെ പിണറായി വിജയന് വേണ്ടി ഈ മന്ത്രിസഭക്കകത്ത് ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നില്ലേ? ഉണ്ട്. ആരാത്? ചെന്നിത്തലയാണ്. പിണറായി വിജയനെ TP ചന്ദ്രശേഖരൻ കേസിൽ രക്ഷപ്പെടുത്തിയത് ആരാ? ചെന്നിത്തല. അതിന്റെ അർത്ഥം എന്താ? മാത്യു കുഴൽനാടൻ ഒരു വലിയ പദവിയിലേക്ക് വന്നൂടാ എന്ന നിർബന്ധം ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത വാശിയോടെ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ആള് സതീശനല്ല. ആരാണ്? പിണറായി വിജയന്റെ പ്രേതം തന്നെയാണ് മാത്യു കുഴൽനാടന്റെ പേരും വെട്ടിയത് എന്ന് നിഷ്പക്ഷമായി മാധ്യമ നിരീക്ഷണം നടത്തുന്ന നമ്മളെപ്പോലുള്ളവർ പറഞ്ഞാൽ UDFന് നിഷേധിക്കാൻ പറ്റുമോ? VD സതീശന് നിഷേധിക്കാൻ പറ്റുമോ? ഇതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ചോദ്യം. ആ ചോദ്യം മാത്യു കുഴൽനാടിന് വേണ്ടിയല്ല,
കേരളത്തിലെ രാഷ്ട്രീയം അഴിമതി മുക്തമാകണം, സംശുദ്ധമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ജനാധിപത്യവാദിയുടെയും ചോദ്യമാണ്. ഈ ചോദ്യം മലയാളിക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നു. നമ്മളെ കൊണ്ട് അതേ പറ്റൂ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.